മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം. ഈ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് വളരെ അധികം നന്മയാണ് ഈ വർഷഫലത്തിൽ ഈ വർഷം കാണുന്നത്. അതായത് നിങ്ങൾ വിചാരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമാക്കാനായിട്ട് ഈ വർഷം സാധിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തം, അതുപോലെ തന്നെ ആ പഠിത്തത്തിന് വേണ്ടി വരുന്ന സാമ്പത്തികം, അതുപോലെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലങ്ങളിൽ കോളേജുകളിലുമൊക്കെ അഡ്മിഷൻ കിട്ടാനും ഉപരിപഠനത്തിന് അഡ്മിഷൻ കിട്ടാനും ഒന്നും ഈ വർഷം യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. പിന്നെ ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന കുടുംബവീതം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങൾ ചിലപ്പോൾ കിട്ടേണ്ടി വരും. അല്ലെങ്കിൽ സാങ്ഷൻ ഒക്കെ കിട്ടാൻ പഞ്ചായത്തിൽ നിന്നും മറ്റുമൊക്കെ സാങ്ഷൻ കിട്ടാനായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മാറി നിങ്ങൾക്ക് നല്ല വീട്, മനോഹരമായ വീട് വെച്ച് ഈ വർഷം നമുക്കതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെങ്കിലും തുടങ്ങാനായിട്ട് സാധിക്കും. പിന്നീട് വർഷാവസാനം ചില ക്ലേശങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ നിങ്ങൾക്കോ സന്താനങ്ങൾക്കോ ചെറുതായിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് സംസാരം, നമുക്ക് അനാവശ്യമായ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാതെ നന്നായിട്ട് നമ്മളുടെ കാര്യങ്ങൾ നോക്കുക, കുടുംബത്തിൻ്റെ സൗഭാഗ്യം നോക്കുക. നിങ്ങൾ അത്യാവശ്യം പ്രാർത്ഥനാനിരതമായിട്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് വളരെ നല്ല ഒരു വർഷമായിട്ട് ഈ 1202 തീരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു രാശിനാഥൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. നിങ്ങൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങളൊരു കിഴിപ്പണം 2 നടയിലും, അതായത് ചോറ്റാനിക്കര അമ്മയുടെ നടയിലും അതുപോലെ തന്നെ കീഴ്ക്കാവിലും കൊണ്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനാവശ്യമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് അറിയാതെ ചെയ്തു വരുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് സമാധാനപരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ്.